നമുക്കറിയാലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 10% കേരളത്തിൽ തൊഴിലില്ലായ്മ എന്നാണ് അവസാന കണക്കുകൾ എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കേരളത്തിൽ തൊഴിലാത്ത ഈ വിദ്യാഭ്യാസ യോഗ്യത കുറവുകളുടെ ഇടയിലല്ല, വിദ്യാഭ്യാസ യോഗ്യത കൂടിയവരുടെ ഇടയിൽ പോലും വലിയ തോതിൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡോക്ടർമാരുടെ ഇടയിൽ പോലും തൊഴിലില്ലായ്മയുണ്ട്, എഞ്ചിനീയർമാരുടെ ഇടയിൽ കടുത്ത തൊഴിലില്ലായ്മയുണ്ട്. അപ്പോൾ ആ നിലയിൽ തൊഴിലില്ലായ്മ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഏറ്റവും വലിയ തൊഴിൽദായകൻ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയല്ല എന്ന് നമ്മൾ കാണണം. ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ സ്വകാര്യ മേഖലയാണ് അവിടുത്തെ ഏറ്റവും വലിയ തൊഴിൽദായകൻ. എന്നാൽ കേരളത്തിൽ അതല്ല. കേരളത്തിൽ സർക്കാരാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദായകൻ. സർക്കാരിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിലൂടെയാണ് കേരളത്തിലെ യുവാക്കന്മാർക്ക് ഏറെ തൊഴിലവസരങ്ങൾ കിട്ടുന്നത് എന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകത. സ്വാഭാവികമായും അങ്ങനെ തൊഴിലന്വേഷിച്ച് വരുന്ന തൊഴിൽ അന്വേഷകർക്ക് സുതാര്യമായി കാര്യക്ഷമമായി അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുന്നതിന് അവർ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC. 10,000-കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ കിട്ടുന്നത്. അതിൻ്റെ പരീക്ഷകൾ, കാര്യങ്ങൾ ഇതെല്ലാം നടത്തുന്നത് PSC ആണ്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിടി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല സുഹൃത്തുക്കളെ. ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളെ തിരികെ കയറ്റാനുള്ള ഒരു സംവിധാനമായി ഈ പബ്ലിക് സർവീസ് കമ്മീഷനെ അധപ്പതിപ്പിച്ചു എന്നുള്ള നിലയിലുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ആരോപണങ്ങൾ അതിൻ്റെ പുതിയൊരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ അങ്ങേയറ്റം PSCയെ ഭരിക്കുന്ന പാർട്ടിയുടെ കോടാലിക്കൈയായി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ യുവാക്കന്മാർക്കും ജോലി കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാക്കി PSC അധപ്പതിച്ചു എന്നുള്ള നിലയിലുള്ള ഒരു പിടി ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിനെ തുടർന്ന് PSCയിലെ പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അവർ ആ അന്വേഷണവുമായി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PSCയുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി തന്നെയാണ്. പക്ഷേ ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ PSC പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല. അതാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോയിട്ടുള്ളത്. PSC പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കൃത്രിമം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാമല്ലോ, ഈ PSC അംഗത്വം എനിക്കൊന്ന് 10-18-20 PSC അംഗങ്ങളുണ്ട്. അവർക്കെല്ലാം ലക്ഷക്കണക്കിനാണ്, 2 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് ശമ്പളം. അതിൻ്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ വേറെ വീഡിയോകളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ 18 അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന ഈ PSC അംഗത്വമെല്ലാം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ആ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളിലെ ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾക്ക് വീതിച്ചു കൊടുക്കുകയാണ് ഒരു കീഴ്വഴക്കം. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPMൻ്റെ കാലത്ത് ഇരിക്കുന്ന PSCയിൽ ഒഴിവ് വരികയാണെങ്കിൽ പിന്നെ CPMന് ഇത്ര സ്ഥാനം, CPIക്ക് ഇത്ര സ്ഥാനം, പിന്നെ ചെറുകിട രാഷ്ട്രീയ പാർട്ടികളുണ്ട്. മറ്റേ എന്താണ്, പിന്നെ രാഷ്ട്രീയ ജനതാദൾ എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ മാത്യു ടി തോമസിൻ്റെ ജനതാദളുണ്ട്, INL ഉണ്ട്, NCP ഉണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾക്കൊക്കെ ആയിട്ട് ഈ PSC അംഗത്വം പിന്നെ വീതിച്ച് കൊടുക്കുന്നതാണ് കുറേ നാളായി തുറന്നു വന്നിട്ടുള്ള ഒരു കീഴ്വഴക്കം. അതിൽ സ്വാഭാവികമായും നമുക്കറിയാം, ഏറ്റവും കൂടുതൽ PSC മെമ്പർ സ്ഥാനങ്ങൾ കിട്ടുക CPMനാണ്, അത് കഴിഞ്ഞാൽ CPIക്കാണ്. പക്ഷേ ഈ മുന്നണിയിലുള്ള ചെറിയ ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ INL ഉണ്ട്, അല്ലെങ്കിൽ NCP ഉണ്ട്, അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടിയുണ്ട്. അങ്ങനെയുള്ള ചെറുകിട ഘടകകക്ഷി പാർട്ടികളുണ്ട് കേരളത്തിലെ മുന്നണിയിൽ. അവർക്ക് മന്ത്രിസ്ഥാനം ചിലപ്പം ഒരു മന്ത്രിസ്ഥാനം ചിലപ്പോൾ കണ്ടേക്കാം. മന്ത്രിസ്ഥാനം ഇല്ലാത്ത ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു. ഇപ്പം മറ്റേ വീരേന്ദ്രകുമാറിൻ്റെ മകൻ്റെ ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലം പിന്നെ ഇടതുപക്ഷത്തുണ്ടായിരുന്നു. അവർക്കൊരു MLA KP മോഹൻ ഉണ്ടായിരുന്നു, പക്ഷേ മന്ത്രി ഉണ്ടായിരുന്നില്ല. അവർക്കുമൊക്കെ തന്നെ അവർക്കും ഈ ഒരു മന്ത്രിയുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ PSC അംഗത്വം അവർക്ക് കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ PSC അംഗത്വങ്ങൾ, PSC മെമ്പർ സ്ഥാനങ്ങൾ അവർ കോടികൾ കൈക്കൂലി മേടിച്ച്
വിറ്റ് കാശാക്കി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാറുള്ളത്. ഞാനതുമായി ബന്ധപ്പെട്ടൊരു പോരാട്ടം ആരംഭിക്കാനുള്ളൊരു ആലോചനയിൽ, അതായത് INL, NCP, കടന്നപ്പള്ളി രാമേന്ദ്ര പാർട്ടി ഇതുപോലെയൊക്കെയുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന PSC മെമ്പർഷിപ്പ്, PSCയിലെ അംഗത്വം അവർ കോടികൾ കൈക്കൂലി മേടിച്ച് വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്തു എന്നുള്ള ആരോപണമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, അത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊരു 3 വർഷം മുമ്പ് ഞാൻ ഉയർത്തിയതാണ്. അതിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ഉയർത്തുകയാണ്. എനിക്ക് 2023 എന്ന് തോന്നുന്നു. അന്ന് നടന്ന ഒരു സംഭവം അന്ന് ഞാൻ ഉയർത്തിയത്, ഇപ്പോൾ വീണ്ടും അന്ന് ഉദാഹരണ സഹിതം ഉയർത്തിയത് ഇന്ന് വീണ്ടും ഉദാഹരണ സഹിതം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. 2023 VR രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിത അന്ന് PSC മെമ്പറായി അധികാരമേറ്റു. അവർക്ക് PSC മെമ്പർ സ്ഥാനം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 1,20,00,000 രൂപയിലധികം അവർ ബന്ധപ്പെട്ടവർക്ക് വിതരണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് കാര്യഘടന സഹിതം ഉന്നയിച്ചിരുന്നു. അത് ഈ പുതിയ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനൊന്നുകൂടി അവതരിപ്പിക്കാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ ഒന്നുകൂടി അവതരിപ്പിക്കാൻ പോകുകയാണ്. അത് പിന്നെ അന്ന് ഞാൻ പ്രതിപക്ഷത്തിൽ അവതരിപ്പിച്ച വീഡിയോ ഉണ്ട്. 2023 എൻ്റെ ഓർമ്മ, 2024 മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലെ പ്രസക്ത ഭാഗങ്ങൾ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ അത് സംബന്ധിച്ച് പ്രധാനമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്ന ഒരു ഉദാഹരണം, ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് PSCയിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട രമ്യ VR എന്ന് പറയുന്ന ഒരു PSC അംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ രമ്യ VR എന്ന് പറഞ്ഞിട്ടുള്ള അംഗം അവർ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജുണ്ട് നഗരൂരിൽ. മറ്റേ എന്താണ് ബിജു രമേശ് എന്ന് പറയുന്ന മധ്യ വ്യവസായി നടത്തുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിരുന്നു ഈ രമ്യ VR എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത. അവർ MBA LLB ആണ്. അവർ യഥാർത്ഥത്തിൽ ലോ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അവരെനിക്ക് പരിചയവുമുണ്ട്, ആ സ്ത്രീയെ എനിക്ക് പരിചയവുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും തമാശ. അവർക്കൊരു പാർട്ടി ബാക്ക്ഗ്രൗണ്ടും ഉള്ളതായിട്ട് എനിക്കറിവില്ലായിരുന്നു. എന്നാൽ അവരെന്ത് ചെയ്തു, PSC അംഗത്വം ലഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് NCP എന്ന് പറഞ്ഞ പാർട്ടിയിൽ അംഗത്വം എടുത്തു. അവരുടെ അച്ഛൻ ഒരു റിട്ടയർഡ് DYSP ആണ്. അയാൾ കഴക്കൂട്ടത്തെ NCPയുടെ ഒരു ബ്ലോക്ക് ലെവൽ ഭാരവാഹിയും കൂടിയായിരുന്നു. അപ്പോൾ അതാണ് രമ്യ എന്ന് പറഞ്ഞ ആ വനിതയുടെ ബാക്ക്ഗ്രൗണ്ട്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. എനിക്ക് അവരെ പരിചയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ആക്കുളത്ത് ഉള്ള ഒരു ഭൂമി കയ്യേറാൻ ഒരു പാറമട മുതലാളി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും അവരുടെ പിതാവ് ഈ റിട്ടയർഡ് DYSPയും കൂടെ എന്നെ സമീപിച്ചിരുന്നു. ഞാൻ അവിടെ ചെന്നു, അത് കണ്ടു. അത് സംബന്ധിച്ച് ആ കയ്യേറ്റം നടത്തുന്നതിനെതിരെ ഞാനന്നൊരു വീഡിയോ കൂടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത അന്ന് മുതൽ എനിക്കറിയാവുന്നതാണ്. എന്ന് മാത്രമല്ല ലോ കോളേജിൽ അവരെൻ്റെ ജൂനിയറായി പഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സുഹൃത്തുക്കളെ, അവരെ PSC മെമ്പറായി എടുക്കുന്നതിന് വേണ്ടി കൈക്കൂലി കൊടുത്തത് 1,20,00,000 രൂപയാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, NCP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഒരു മുൻ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള NA മുഹമ്മദ് കുട്ടിയാണ്. NA മുഹമ്മദ് കുട്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 16 എന്നറിയില്ല, മലപ്പുറത്തെ ഏതോ ഒരു മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു NA മുഹമ്മദ് കുട്ടി. അയാളൊരു വലിയ വ്യവസായി കൂടിയാണ്, എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യവസായി കൂടിയാണ്. അയാൾ ആണ് ഈ രമ്യ VR എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിത PSC മെമ്പറാകുന്നതിന് 1,20,00,000 രൂപ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണവുമായി, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നത് അത് ഈ NA മുഹമ്മദ് കുട്ടിയാണ്. അപ്പോൾ അത് ആരോപണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് ആ കൈക്കൂലി കൊടുത്തതായിട്ട് വന്ന വിവരം എന്ന് പറഞ്ഞാൽ PC ചാക്കോ, അതായത് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ, ഷീബ ലിയോൺ എന്ന് പറഞ്ഞ അവരുടെ ഒരു മഹിളാ നേതാവ്, ബിജു ആബേൽ എന്ന് പറഞ്ഞ ഒരാൾ, ജയൻ പുത്തമ്പുരയ്ക്കൽ എന്നിവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആരോപണം ഉയർന്നു വന്നത്. അതിൽ ഈ ബിജു ആബേലും ജയൻ പുത്തമ്പുരയ്ക്കലും AK ശശീന്ദ്രൻ എന്ന് പറഞ്ഞ മന്ത്രിയുടെ വിശ്വസ്തരായിരുന്നു.
5 വർഷക്കാലം AK ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള അവസരം ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് PC ചാക്കോ ഈ കൈക്കൂലി മേടിച്ചത് എന്നുള്ള വാദവുമായി രംഗത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള NA മുഹമ്മദ് കുട്ടിയാണ്. ആ NA മുഹമ്മദ് കുട്ടി ഒരു പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറഞ്ഞത് PC ചാക്കോ 55 ലക്ഷം കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. 55 ലക്ഷം രൂപ ഒരു ബാർ മുതലാളി വഴിയാണ് ആ PSC അംഗം PC ചാക്കോയ്ക്ക് പണം കൈമാറിയത് എന്നുള്ളത് പറഞ്ഞു. ജയൻ പുത്തൻപുരയ്ക്കൽ എന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾക്ക് 60 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. 55 ലക്ഷം രൂപ PC ചാക്കോയ്ക്ക് കൊടുക്കാൻ സുഹൃത്തും ബിനാമിയായിട്ടുള്ള തങ്കച്ചൻ എന്ന ഒരു ബാർ മുതലാളി വഴിയാണ് 55 ലക്ഷം രൂപ കൊടുത്തതെന്ന് ഈ മുഹമ്മദ് കുട്ടി പറഞ്ഞു. അതുപോലെ തന്നെ 25 ലക്ഷം രൂപ PC ചാക്കോയുടെ ഭാര്യയ്ക്ക് നൽകി എന്നും ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി NA മുഹമ്മദ് കുട്ടി പറയുകയുണ്ടായി. അതിനാസ്പദമായി അദ്ദേഹം ഉപയോഗിച്ച തെളിവെന്ന് പറയുന്നത് AK ശശീന്ദ്രൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും PC ചാക്കോയുടെ അടുപ്പക്കാരനുമായിട്ടുള്ള ബിജു ആബേൽ ജേക്കബ് എന്ന് പറഞ്ഞ ആളുടെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ടാണ്. അയാൾ AK ശശീന്ദ്രൻ്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും PC ചാക്കോയുടെ അടുപ്പക്കാരനുമായിരുന്നു. അപ്പോൾ ഈ ബിജു ആബേൽ ജേക്കബ് എന്ന് പറഞ്ഞ ആളുടെ അയാളുടെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? തങ്കച്ചൻ വീണ്ടും വന്ന് 65 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുന്നു. തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച ആ ബാർ മുതലാളിയാണ്. 30 ലക്ഷം രൂപ രമ്യയുടെ അച്ഛൻ ഒരു സഞ്ചിയിലിട്ട് തങ്കച്ചന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. കേട്ടോണം, 30 ലക്ഷം രൂപ ഒരു സഞ്ചിയിലിട്ട് രമ്യയുടെ അച്ഛൻ തങ്കച്ചന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. രമ്യയുടെ ഓർഡർ ആയതിനു ശേഷം ക്യാബിനറ്റ് പാസ്സാക്കിയതിന് ശേഷം അടുത്ത 15 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുക്കുന്നു. ഓർഡർ ആക്കിയതിന് ശേഷം 15 ലക്ഷം, ഓർഡർ ആക്കുന്നതിന് മുമ്പ് 30 ലക്ഷം, അപ്പോൾ 45 ലക്ഷം എല്ലാം ക്യാഷായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നീട് ഗവർണർ ഒപ്പിട്ടതിന് ശേഷം 10 ലക്ഷവും കൂടി കൊണ്ടുപോയി കൊടുത്തു. അപ്പം മൊത്തത്തിൽ 55 ലക്ഷം. ഇത് പലതും ബാങ്ക് ട്രാൻസാക്ഷനിൽ കൂടിയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ AK ശശീന്ദ്രനെതിരെ എതിർത്തതായി പറയുന്നുണ്ട്. AK ശശീന്ദ്രൻ ഇതിനെ എതിർക്കാൻ കാരണം വെച്ചാൽ AK ശശീന്ദ്രന് സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഒരു ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു. അവരെ ആക്കാൻ വേണ്ടിയിട്ട് 20 ലക്ഷം കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ NCPയുടെ ഒരു പ്രവർത്തകൻ വഴി AK ശശീന്ദ്രൻ വാങ്ങിയിരുന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ആ ശശീന്ദ്രൻ പണം വാങ്ങിയപ്പോഴാണ് PC ചാക്കോയുടെ സ്ഥാനാർത്ഥിക്ക് ഇത് 1,20,00,000 പോയത്. അപ്പോൾ അവർ തമ്മിൽ തർക്കമായി. അവസാനം 20 ലക്ഷം ശശീന്ദ്രൻ വാങ്ങിയെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ട 20 ലക്ഷം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് വളരെ കൃത്യമായിട്ടുള്ള ആരോപണമല്ലേ, കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലല്ലേ ഇത്? ഈ ആരോപണം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചത് സർക്കാർ വിരുദ്ധരോ മറ്റൊരാരെങ്കിലും ആണോ? NCP എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവായിട്ടുള്ള NA മുഹമ്മദ് കുട്ടി തന്നെയാണ്. ഇത് AK ശശീന്ദ്രൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ബിജു ആബേൽ ജേക്കബ് എന്നയാളുടെ ഫോൺ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. 55 ലക്ഷം രൂപ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി അതിനകത്ത് പറയുകയാണ്, ഫോൺ സംഭാഷണത്തിൽ കൂടി പറയുകയാണ്. എന്നിട്ടത് സംബന്ധിച്ച് NA മുഹമ്മദ് കുട്ടി വിജിലൻസിനും ഗവർണർക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആരോപണമല്ല, ഇതവരുടെ പാർട്ടിക്കകത്ത് നിന്ന് വന്നതാണ്. ഇതവരുടെ പാർട്ടി പ്രതിനിധിയായിട്ടുള്ള മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വ്യക്തമായി ഫോണിൽ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തം, അതൊന്നും നടക്കുകയില്ല എന്നുള്ളതും വളരെ വ്യക്തം. കാരണം നമുക്കറിയാമല്ലോ, അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം എന്താ? PSC അംഗത്വം ഈ പിണറായി സർക്കാരിന് കീഴിൽ പരസ്യമായി പച്ചയ്ക്ക് വിൽപ്പന ചെയ്യപ്പെടുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, കേട്ടല്ലോ, ഇത് പുറത്തുനിന്ന് ആരും പറഞ്ഞ കാര്യമല്ല. അവരുടെ രാഷ്ട്രീയ പാർട്ടി NCP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള NA മുഹമ്മദ് കുട്ടി കൊണ്ടുവന്നതാണ് ഈ തെളിവ്. ഈ തെളിവിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഉപയോഗിച്ച ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ടവരെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അവരെങ്ങനെയാണ് പൈസ കൊടുത്തത്, എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്,
എപ്പോഴാണ് കൊടുത്തത്, എപ്പോഴാണ് വാങ്ങിച്ചത്, എത്ര തുകയായിരുന്നു, അതെല്ലാം തന്നെ ഈ സംഭാഷണങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ PSCയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ തട്ടിപ്പുകളെക്കുറിച്ച് മാത്രം ആയിരിക്കരുത് വിജിലൻസ് അന്വേഷണം എന്നാണ്. ഈ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്ത PSC മെമ്പർ സ്ഥാനങ്ങൾ അവർ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കാശാക്കിയിട്ടുണ്ട് എന്നുള്ള വിഷയവും കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ എന്തായാലും ഞാൻ അവതരിപ്പിച്ച ഈ വിഷയം ഒരു പരാതിയാക്കി ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട്. വിജിലൻസിൻ്റെ അന്വേഷണ സംഘത്തിന് ആഭ്യന്തരമന്ത്രി അത് കൈമാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് പണം കൈമാറിയിട്ടുള്ളത് ബാങ്ക് ട്രാൻസാക്ഷൻസിലൂടെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ പണം വാങ്ങിയവരുടെ ആസ്തി ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ VR രമയുടെ കാര്യത്തിൽ ഞാൻ കേട്ടത് അവരേതാണ്ട് 1 കോടി രൂപ അവർ കൊടുത്താണ് ഇത് മേടിച്ചത് എന്നാണല്ലോ ഇപ്പോൾ ആരോപണം ഉയർന്നുള്ളത്. ഏതാണ്ട് അത്രയും കോടി തന്നെ PSCയിൽ ചെന്ന് ശമ്പള പരിഷ്കരണം കഴിഞ്ഞപ്പം അവർക്ക് അരിയറായി കിട്ടി, അവർക്ക് മുൻകാല പ്രാബല്യത്തിൽ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ ശമ്പളം എന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം രൂപയാണ് ഒരു മാസം. പിന്നെ ആനുകൂല്യങ്ങൾ TADA ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒരു 3-3.5 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് കിട്ടും. 3.5 ലക്ഷം രൂപ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 10-40 ലക്ഷം രൂപ ഒരു വർഷം കൊണ്ട് കിട്ടും. 6 വർഷക്കാലത്തേക്കാണ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 40 ലക്ഷം ഗുണം 6 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2-2.5 കോടി രൂപ 6 വർഷം കൊണ്ട് ഈ PSC അംഗത്തിന് കിട്ടും. കിട്ടിക്കഴിഞ്ഞാലും ശമ്പളത്തിൻ്റെ പകുതി ലക്ഷത്തിന് 1.5 ലക്ഷം രൂപയുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കൈക്കൂലി കൊടുക്കുന്നതിന് അവർക്ക് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എനിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്, ഈ പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിന് സമാന്തരമായി LDF ഭരണകാലത്ത് ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്ക് വീതിച്ചു കൊടുത്ത PSC അംഗത്വം, PSC മെമ്പർഷിപ്പ് അവർ കോടികൾ മുടക്കി വിറ്റിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതുകൂടി വിശദമായി അന്വേഷിക്കാൻ സർക്കാർ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്.